നമസ്കാരം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ CMRL കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ട CPM ക്രിമിനലുകളുടെ ഗൂഢാലോചന സംബന്ധിച്ച വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഏജൻസികളെ ആക്രമണം അഴിച്ചുവിട്ട് പേടിപ്പെടുത്തി ഓടിക്കാമെന്ന് കരുതിയ CPMന്റെ മുതിർന്ന ഉന്നത നേതാക്കൾ ഓരോരുത്തരായി ഇനി ഈ കൊലപാതക ശ്രമക്കേസിൽ ഔദ്യോഗികമായി പ്രതിപട്ടികയിലേക്ക് വരാനുള്ള സകല സാധ്യതകളുമാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. 9ാം പ്രതി ഹരീഷ് കുമാറിന് ലഭിച്ച ജാമ്യത്തിനെതിരെ പുതിയ സർക്കാരും EDയും നൽകിയ അപ്പീൽ ഹർജികളിൽ കേരള ഹൈക്കോടതി ജസ്റ്റിസ് CS ഡയസ് പ്രതിക്ക് സ്പീഡ് പോസ്റ്റ് വഴി അടിയന്തര നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കേസ് ഡയറിയും ഫോറൻസിക് റിപ്പോർട്ടുകളും കോടതിക്ക് മുന്നിൽ എത്തുന്നതോടെ ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകൾക്ക് വലിയ രീതിയിലുള്ള കുരുക്ക് വീഴുമെന്ന് ഉറപ്പാണ്. ഈ അക്രമം പെട്ടെന്നുണ്ടായ ഒരു ജനരോഷമല്ല, മറിച്ച് CPMന്റെ തലപ്പത്തിരുന്ന് പ്ലാൻ ചെയ്ത ഒരു തനി കൊട്ടേഷൻ ആക്രമണമായിരുന്നുവെന്ന് ED തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ജില്ലാ സെക്രട്ടറി, മറ്റു ഉന്നത പ്രാദേശിക നേതാക്കൾ എന്നിവരുടെ നേരിട്ടുള്ള സാന്നിധ്യത്തിലാണ് അവിടെ ആക്രമണത്തിനുള്ള അന്തരീക്ഷം ഒരുങ്ങുന്നത്. പ്രതിഷേധത്തിനിടയിൽ MV ഗോവിന്ദൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ നടത്തിയ പ്രകോപനപരമായ പ്രസംഗങ്ങളാണ് അക്രമം അഴിച്ചുവിടാൻ അണികൾക്ക് നൽകിയ പച്ചക്കൊടി എന്നാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ MJ സന്തോഷ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. CMRL കള്ളപ്പണ വെളുപ്പിക്കൽ കേസിന്റെ അന്വേഷണ പരിധിയിൽ CPM പാർട്ടിയോ അതിന്റെ ഉന്നത നേതൃത്വമോ നേരിട്ട് വരുന്നില്ലാതിരുന്നിട്ടും എന്തിനാണ് കേന്ദ്ര ഏജൻസിയുടെ ഔദ്യോഗിക വാഹനങ്ങൾക്ക് നേരെ ഇവർ കൊലവിളിയുമായി പാഞ്ഞെടുത്തത്? MV ഗോവിന്ദൻ അന്ന് തെരുവിൽ വിളിച്ചു പറഞ്ഞ ഓരോ വാക്കുകളും അണികളെ ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ അണികളെ മാത്രം പ്രതികളാക്കി രക്ഷപ്പെടാൻ നോക്കുന്ന സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള ഉന്നത നേതാക്കൾ ഈ കേസിന്റെ യഥാർത്ഥ ഗൂഢാലോചനയ്ക്കായി പ്രതി ചേർക്കപ്പെടുക തന്നെ ചെയ്യും. ഇതിനിടയിൽ CPM ഗുണ്ടകൾക്ക് ജാമ്യം നൽകരുതെന്ന് വ്യക്തമാക്കിക്കൊണ്ട് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി ടാനിയ മറിയം ജോസ് നടത്തിയ നിരീക്ഷണം കമ്മ്യൂണിസ്റ്റ് ക്യാമ്പിന്റെ നെഞ്ചിടിപ്പ് തന്നെ കൂട്ടിയിരിക്കുകയാണ്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് വകവരുത്തുക അഥവാ കൊലപ്പെടുത്തുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടെയാണ് പ്രതികളായ അനിൽകുമാറും വിജയും നിഷാദുമൊക്കെ വാഹനത്തിന് നേരെ പാഞ്ഞെടുത്തതെന്നും തങ്ങളുടെ പ്രവൃത്തി ഉദ്യോഗസ്ഥരുടെ മരണത്തിന് ഇരയാക്കുമെന്ന് ഇവർക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നുവെന്നും വ്യക്തമാക്കിയാണ് കോടതി ഇവരുടെ ജാമ്യം തള്ളിയത്. മുൻ സർക്കാരിന്റെ കാലത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതികളുമായി രഹസ്യമായി ഗൂഢാലോചന നടത്തി പ്രതിയെ ഇനി കസ്റ്റഡിയിൽ ആവശ്യമില്ല എന്ന് കോടതിയിൽ തെറ്റായ വിവരം ധരിപ്പിച്ചാണ് 9ാം പ്രതിക്ക് ജാമ്യം ഒപ്പിച്ചു നൽകിയത്. ഈ വഞ്ചന വ്യക്തമായതോടെയാണ് പുതിയ UDF സർക്കാരിന്റെ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ഹൈക്കോടതിയിൽ വാദവുമായി രംഗത്തെത്തുന്നത്. അന്വേഷണം വഴിതിരിച്ചു നോക്കിയ മുൻ പ്രോസിക്യൂട്ടറുടെ കള്ളക്കളികളെല്ലാം പൊളിച്ച് പുതിയ സർക്കാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെച്ച് കേസ് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കേരളത്തിൽ മുൻപെങ്ങും കേട്ടുകേൾവി ഇല്ലാത്ത വിധം ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥരെ ആക്രമിക്കാനായി നോക്കിയ CPMന്റെ ഗുണ്ടാ സംഘങ്ങൾക്ക് ഇനി നിയമത്തിന് മുന്നിൽ ഒരു രക്ഷയും ഉണ്ടാകില്ല. ഹൈക്കോടതിയുടെയും മജിസ്ട്രേറ്റ് കോടതിയുടെയും കർശനമായ നിലപാടുകൾ CPM നേതാക്കളുടെ ഉറക്കം കെടുത്താനാണ് പോകുന്നത്. ഇനി